അത് ഞാൻ ഇയാൾ ആർട്ടി ഒന്നും അല്ലല്ലോ. ഇയാൾ ആർട്ടി വല്ലോ ആണോ? ആ നിയമപരമായിട്ടാകുമ്പോ ഞാൻ കേട്ടോളാം. ആ ഇയാൾ വന്ന് കേൾക്കേണ്ട ആവശ്യം എനിക്കില്ല. ഇന്നലെ അല്ലേ രംഗത്ത് വന്നത്. ഓക്കെ പൈസ കൊടുക്കാത്തതിന്റെ വൈരാഗ്യം തീർക്കുക കേട്ടോ. ചക്കുവളി തൊട്ട് എന്റെ വണ്ടിക്ക് 3 പേര് ഫോളോ ചെയ്ത് വന്നയാ. ഇന്നലെ ശിവസേന 10,000 രൂപ വന്ന് ചാടി വന്ന് ചോദിച്ച് ഞാൻ കൊടുത്തില്ല. അതിന്റെ പ്രതികാരം രാവിലെ തൊട്ട് എന്റെ പുറകെ എന്നെ ഭീഷണിപ്പെടുത്തി നടക്കുവാണ്. ശിവസേനയുടെ പേരിൽ വ്യാജ പിരിവ് 10,000 ചോദിക്കും, 5,000 എങ്കിലും കൊടുക്കണം. കൊടുത്തില്ല എങ്കിൽ പുറകിൽ നടന്ന് ഭീഷണി. എന്താ സംഭവിച്ചത് ചേട്ടാ? ഇന്നലെ ഉച്ച കഴിഞ്ഞ് എന്റെ സ്ഥാപനത്തിൽ വന്ന് ചക്കുവള്ളിയിൽ എംസാൻഡിയാട് നടത്തുന്നതാണ് ഞാൻ. ഉച്ച കഴിഞ്ഞ് അവിടെ വന്നിട്ട് എൻ്റെ അടുത്ത് 10,000 രൂപ ആവശ്യപ്പെട്ടു. അപ്പം ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാന്ന് ചോദിച്ചു. അപ്പോൾ രസീത് തന്നു, ഒരു നോട്ടീസും തന്നു. ശിവസേനയുടെ കൊല്ലം ജില്ലാ സെക്രട്ടറിയാണ് ശ്രീകുമാറാണെന്ന് വെച്ചിട്ടുണ്ട്. ഇയാൾ ഒരു മുഷിഞ്ഞ വേഷമോ കാര്യങ്ങളോ ഒക്കെയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇയാൾ വ്യാജ പിരിവിന് ഇറങ്ങിയാണ്. ഇയാളെ കൂടെ വേറെ കക്ഷിന് 2 പേരെ അവർ വന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് 10,000 രൂപ ആവശ്യപ്പെട്ടു. ഞാൻ പറഞ്ഞു ചേട്ടാ, ഞങ്ങൾ ഈ ചെറിയ വ്യവസായമായിട്ടിരിക്കുന്ന ആൾക്ക് 10,000 രൂപ ഒന്നും പിരിവ് വരാനില്ല, എന്നാൽ ഈ കഴിച്ച് 5,000 രൂപ വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു തരത്തില്ല ചേട്ടാ. ഈ എന്തിന്റെ പേരിലാണ് പിരിവ് ചോദിച്ചത്? ശിവസേനയുടെ ഗണേശ ഉത്സവത്തിന്റെ 148 വിഗ്രഹം കൊല്ലം ജില്ലയിൽ നിന്ന് പൂജാകർമ്മം ചെയ്ത് നമ്മൾ കടലിൽ കായൽ ഒഴിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ ചെലവിന് വേണ്ടി ഇയാളാണ് ഇതെല്ലാം വഹിക്കുന്നത്. അതിന്റെ പേരും പറഞ്ഞാണ് ഇയാൾ ഈ പിരിവ് ചോദിച്ചതെന്ന്. അങ്ങനെ ഇയാൾ അവിടെ വെച്ച് സംസാരിച്ചിട്ട് 5,000 ചോദിച്ചു. ഞാൻ തരത്തില്ലെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞ ഈ കാര്യം ചെയ്യും, ചെറിയ പിരിവല്ലോ ആണെങ്കിൽ മുഷിയണ്ട എന്ന് ചൊല്ലി ചെറിയ വല്ല പിരിവാണെങ്കിൽ തരാൻ പറഞ്ഞു. അവൻ പറഞ്ഞു ഞാനായിട്ട് പറയാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് 100 രൂപ തരാമെന്ന് പറഞ്ഞു. 100 രൂപയോ? അത് മുറുക്കാങ്കടയിൽ പോയി കഴിഞ്ഞാൽ 100 രൂപ കിട്ടും. പിന്നെ എന്തിനാ എനിക്ക് ഈ സ്ഥാപനത്തിൽ ഞാൻ വരേണ്ട ആവശ്യം എന്തോ എന്നും പറഞ്ഞിട്ട് ഈ പുള്ളിക്കാരനെ എൻ്റെ അടുത്ത് മോശമായിട്ട് സംസാരിച്ചു, എന്നെ ഭീഷണിപ്പെടുത്തി. നിന്നെ ഞാൻ കണ്ടോളാം, ഞാൻ കൊല്ലം ജില്ല ശിവസേനയുടെ ജില്ലാ സെക്രട്ടറിയാണ്, എൻ്റെ പേര് ശ്രീകുമാറിനാണ് എന്നും പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയത്. നീ വെളിക്കോട്ടിറങ്ങും, നിന്നെ ഞാൻ പൊക്കിക്കോളാമെന്ന് പറഞ്ഞു. അപ്പം ഇത് എനിക്ക് അന്നേരം മനസ്സിലായി, ഇത് ശിവസേനയുടെ ജില്ലാ സെക്രട്ടറി ശ്രീകുമാർ അല്ല, ഇത് വ്യാജത്തിൽ പിരിവിന് വന്നതാണെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ സംസാരം ഉണ്ടായി. ഇന്നലെ ഞാൻ പോയി. ഇന്ന് രാവിലെ ഞാൻ സ്ഥാപനം തരുന്നു. ഈ പിന്നെ ആനേടിയിൽ കോട്ടപ്പുറത്തെ മുക്കിൽ കോൺക്രീറ്റ് തന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അവർക്ക് പിന്നെ മിറ്റിൽ കൊടുക്കണം. അപ്പോൾ അവിടുന്ന് എന്നെ വിളിച്ചു, സാധനം തികഞ്ഞില്ല, പെട്ടെന്ന് ലോഡായിട്ട് എല്ലാം പറഞ്ഞു. അങ്ങനെ ഞാൻ ലോഡും കയറ്റി വണ്ടിയിൽ ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചക്കുവള്ളി തൊട്ട് ഇന്നലെ 2 പേര് വന്നു, ഇന്ന് 3 പേര് 2 ബൈക്കിനകത്ത്, ഒരു ആക്റ്റീവ ഒരു ബൈക്കിനകത്ത് കൂടി 3 പേര് എന്നെ ഫോളോ ചെയ്ത് വന്നു. ചക്കുവള്ളി ജംഗ്ഷനിൽ ചെന്നു. ചക്കുവള്ളി ജംഗ്ഷൻ തൊട്ട് ആനേടി കോട്ടപ്പുറത്ത് മുക്കിന് ഇപ്പുറം വരെ ഞാൻ യവന്മാർ എന്നെ മുന്നിൽ കയറും എനിക്ക് അറിയാം. എൻ്റെ വണ്ടിയായിട്ട് അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് വണ്ടി നിർത്തി. എത്ര വണ്ടിയിൽ അവർ വന്നേ? അവർ 2 വണ്ടിയിൽ 3 പേര് വന്നു.